നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 1857 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മറ്റു ക്ലാസ്സുകളിലായിട്ട് എടുക്കും. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് 1857 വിപ്ലവം എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസറുകളിലേക്ക് പോവാം. 1857 മെയ് 10 മീററ്റിൽ ആരംഭിച്ച വിപ്ലവത്തെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ചോദിച്ചാൽ, പുതിയ തരം എൻഫീൽഡ് റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ മൃഗക്കൊഴുപ്പ്, അതായത് പശുവിൻ്റെയും പന്നിയുടെയും മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്നൊരു വാർത്ത പരന്നു. അതാണ് കലാപം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം. ഇത് ഹിന്ദു മുസ്ലിം സൈനികരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി. അങ്ങനെ മീററ്റിൽ തുടങ്ങിയ ഈ കലാപം പിന്നീട് ഡൽഹി, കാൺപൂർ, ലക്നൗ, ഝാൻസി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. അപ്പം ഖദം സിംഗ് ആയിരുന്നു മീററ്റിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഈ കലാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത് 1857 കലാപമാണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റിലാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റിലാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട തീയതി, അടുത്തത് എന്താണ്? തീയതി 1857 മെയ് 10 ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ 1857 മീററ്റിൽ 1857 മെയ് 10 മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ടതാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നം എന്തായിരുന്നു? ചിഹ്നം ഉറപ്പായിട്ടും പഠിക്കുക, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. താമരയും ചപ്പാത്തിയുമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നം. എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നം? താമരയും ചപ്പാത്തിയുമായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. അപ്പോൾ 1857 മെയ് 10 മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അതിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? അത് കാനിങ് പ്രഭു ആയിരുന്നു. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ന്യൂയോർക്ക് ട്രൈബ്യൂണൽ പത്രത്തിലൂടെ വിശേഷിപ്പിച്ചതാര്? ശ്രദ്ധിക്കേണ്ടതുണ്ട്, ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന പത്രത്തിലൂടെ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് കാൾ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ന്യൂയോർക്ക് ട്രൈബ്യൂണൽ പത്രത്തിലൂടെ വിശേഷിപ്പിച്ചത് കാൾ മാർക്സ് ആണ്. ആ സമയത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടൊന്ന്, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൽ ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആര്? വി ടി സവർക്കർ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിലും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. ആരാണ്? മംഗൾ പാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. പഠിച്ചു വെക്കുക, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷമോ? മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റിയത്. മംഗൾ പാണ്ഡെയ്ക്കൊപ്പം തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി ഏതാണ്? മംഗൾ പാണ്ഡെയ്ക്കൊപ്പം തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി ജമദാർ ഈശ്വരി പ്രസാദാണ്. ആരാണ്? ജമദാർ ഈശ്വരി പ്രസാദിനെയാണ് മംഗൾ പാണ്ഡെയ്ക്കൊപ്പം തൂക്കിലേറ്റിയത്. മംഗൾ പാണ്ഡെയ്ക്കൊപ്പം തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജമദാർ ഈശ്വരി പ്രസാദ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും കൂടി നോക്കാം.
1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ന്യൂയോർക്ക് ട്രൈബ്യൂണൽ പത്രത്തിലൂടെ വിശേഷിപ്പിച്ചത് കാൾ മാർക്സ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. അദ്ദേഹത്തിനെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8-നാണ്. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മെയ് 10-നാണ്. പക്ഷേ ഏപ്രിൽ 8-നാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. അതും എന്താണ്, ഈ ഒരു വലിയ തോതിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമായി. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെ തന്നെയാണ്. മംഗൾ പാണ്ഡെയ്ക്കൊപ്പം തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജമദാർ ഈശ്വരി പ്രസാദ്. ആരാണ്? ജമദാർ ഈശ്വരി പ്രസാദ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാണ്? മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അമീർ ഖാനാണ് കേട്ടോ. അമീർ ഖാനാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണി ലക്ഷ്മിഭായി ആണ്. ആരാണ്? ഝാൻസി റാണി ലക്ഷ്മിഭായി ആണ് ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത്. ഝാൻസി റാണിയുടെ കുതിരയുടെ പേരെന്താണ്? ഝാൻസി റാണിയുടെ കുതിരയുടെ പേര് ബാദൽ എന്നാണ്. ഝാൻസി റാണിക്ക് പവൻ, ബാദൽ, സാരംഗി ഇങ്ങനെ 3 കുതിരകളുണ്ടായിരുന്നു. ഇതിൽ ബാദൽ എന്ന കുതിരയുടെ പുറത്ത് കയറിയാണ് അവർ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഝാൻസി റാണിയുടെ കുതിരയുടെ പേരെന്ന് പ്രധാനമായിട്ട് ചോദിക്കുമ്പോൾ ബാദൽ എന്ന് പറയുന്ന കുതിരയുടെ പേരാണ് പൊതുവെ ചോദിക്കാറ്. അപ്പോൾ ഝാൻസി റാണിയുടെ കുതിരയുടെ പേര് ബാദൽ എന്നാണ്. ഝാൻസി റാണി ലക്ഷ്മിഭായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറൽ ആരാണ്? അത് ഹ്യൂഗ് റോസ് ആണ്. ആരാണ്? ഹ്യൂഗ് റോസ് ആണ് ഝാൻസി റാണി ലക്ഷ്മിഭായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറൽ ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി നഗരം ഏത് നദിക്കരയിലാണ്? ഝാൻസി നഗരം പഹൂജ് നദിക്കരയിലാണ്. പഹൂജ് നദിക്കരയിൽ. ഝാൻസി നഗരം ശരിക്കും പറഞ്ഞാൽ പഹൂജ്, ബദ്വ എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളോട് മുൻ വർഷം ചോദിച്ചിട്ടുള്ളതും ഝാൻസി നഗരം ഏത് നദിക്കരയിലാണ് എന്ന് ചോദിച്ചാൽ അത് പഹൂജ് നദിക്കരയിലാണ്. അപ്പോൾ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അമീർ ഖാനാണ്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഝാൻസി റാണി ലക്ഷ്മിഭായി ആണ്. ആരാണ് ഈ ജവാൻ ഓഫ് ആർക്ക്? ഈ ഒരു സമയത്ത് നമുക്ക് എന്തായാലും തോന്നും ആരാണ് ഈ ജവാൻ ഓഫ് ആർക്ക് എന്ന്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ജവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് 100 വർഷം നീണ്ട യുദ്ധകാലത്ത് ഫ്രാൻസിനെ ഇംഗ്ലണ്ടിനെതിരെ നയിച്ച പോരാളിയായിട്ടുള്ള വനിതയാണ് ജവാൻ ഓഫ് ആർക്ക്. അപ്പോൾ ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണി ലക്ഷ്മിഭായി ആണ്. ഝാൻസി റാണിയുടെ കുതിരയുടെ പേര് ബാദൽ എന്നാണ്. കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടത് ബാദൽ എന്ന കുതിരയുടെ പുറത്ത് കയറിയാണ്. അപ്പം ഝാൻസി റാണിയുടെ കുതിരയുടെ പേര് ബാദൽ എന്നാണ്. ഝാൻസി റാണി ലക്ഷ്മിഭായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറൽ ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി നഗരം ഏത് നദിക്കരയിലാണ്? അത് പഹൂജ് നദിക്കരയിലാണ് ഝാൻസി നഗരം. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ന്യൂയോർക്ക് ട്രൈബ്യൂണൽ പത്രത്തിലൂടെ വിശേഷിപ്പിച്ചത് കാൾ മാർക്സ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. 1857 ഏപ്രിൽ 8-നാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. മംഗൾ പാണ്ഡെയ്ക്കൊപ്പം തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജമദാർ ഈശ്വരി പ്രസാദ്. ജമദാർ ഈശ്വരി പ്രസാദ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റിലാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10-നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? അത് കാനിങ് പ്രഭു ആയിരുന്നു.